കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ വേഷം ധരിച്ച് ആകൃതിയിൽ മനുഷ്യനായ ദൈവപുത്രന്റെ അരികിൽ കുരിശുമരണത്തോളം താഴ്ത്തപ്പെടുവാനായിട്ട് തയ്യാറാകുന്ന മനുഷ്യപുത്രന്റെ അരികിൽ മുട്ടുകുത്തിക്കൊണ്ട് അവൻ നിൽക്കുകയാണ്. ഞാനത് കേൾക്കും എന്ന് പറഞ്ഞ കർത്താവിന്റെ അരികിലാണ് അവൻ മുട്ടുകാലിൽ നിൽക്കുന്നത്. അവന്റെ നിലവിളിയുടെ സ്വരം അവിടുത്തെ ആളുകളിൽ വന്ന് വീഴുകയാണ്. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ കഴിയും എന്നുള്ള അവന്റെ നിലവിളിയുടെ മുമ്പിൽ കർത്താവിന്റെ കണ്ണുകൾ കാരുണ്യത്തോടെ അവനിലേക്ക് എത്തിച്ചേരുന്നു. അവനെ കർത്താവ് കരുണ തോന്നി സ്പർശിച്ചുകൊണ്ട് പറയുന്നു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. ആർക്കും വേണ്ടാത്തവനെ സ്പർശിക്കുവാനായിട്ടുള്ള കാരുണ്യമാണ് യേശുവിൻ്റെ കാരുണ്യം. ആർക്കും വേണ്ടാത്തവനെ കൂടെ പിടിക്കുവാനായിട്ടുള്ള കാരുണ്യമാണ് കർത്താവിൻ്റെ കാരുണ്യം. നമ്മുടെ ജീവിതയാത്രയിൽ ഒരു തൊട്ടാവാടിയുടെ സംവേദന സൂക്ഷ്മത നമ്മൾ ഓരോ ആലംബഹീനലും കൊടുക്കുവാനായിട്ട് തയ്യാറാകണം. നമ്മൾ പലപ്പോഴും പല ആളുകളെ നിശിതമായി വിമർശിക്കാറുണ്ട്. അയാളൊരു തൊട്ടാവാടിയാണ്, ഒരു പ്രതിസന്ധിയെ നേരിടാനുള്ള കരുത്ത് അയാൾക്കില്ല, ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ അയാൾ കൂമ്പിപ്പോകുന്നു. ഈ രീതിയിലുള്ള പല പരാമർശങ്ങളും നമ്മൾ നടത്തുമ്പോഴും തൊട്ടാവാടിയെ കാണേണ്ട വലിയൊരു ഗുണമുണ്ട്, അതിൻ്റെ സെൻസിറ്റിവിറ്റി, അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള സംവേദനാത്മകത. തീർച്ചയായിട്ടും ഈ സംവേദനാത്മകത നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. തൊടുന്നവനെ അറിയുവാൻ നമുക്ക് കഴിയണം. കുഷ്ഠരോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തൊടുന്നവനെയും തൊട്ടവനെയും അറിയുന്നില്ല എന്നുള്ളതാണ്. നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ മനസാക്ഷിയുടെ മുമ്പിൽ അനേകം ആളുകളുടെ വേദനകളും പ്രയാസങ്ങളും ഒക്കെയും കടന്നു വരുമ്പോഴും അത് നമ്മളെ തൊടുന്നില്ല, നമുക്ക് അവരെ തൊടുവാനായിട്ടും കഴിയാതെ പോകുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഉയരവും ആഴവും പരപ്പും വിസ്താരവും ഒക്കെയും അളക്കുവാനായിട്ട് മനുഷ്യൻ്റെ സൽപ്രവൃത്തികൾക്ക് കഴിയണം. സ്വർഗസ്ഥ പിതാവിനെ മഹത്വപ്പെടുത്തുന്ന പകലിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് ഓരോ നിമിഷവും നമ്മുടെ ഹൃദയം വ്യഗ്രതയോടുകൂടി അലയേണ്ടിയിരിക്കുന്നു. ജീവിതം നമുക്ക് ഒന്നേ ഉള്ളൂ. ഒഴുകുന്ന പുഴയിൽ നമുക്ക് 2 പ്രാവശ്യം ചവിട്ടാൻ പറ്റില്ല. ഒഴുകുന്ന പുഴ ഒരിക്കലേ ഒഴുകുന്നുള്ളൂ. ഒഴുകുമ്പോഴൊക്കെയും അത് അനേകം ജീവജാലങ്ങളുടെ ശക്തിയായി മാറുന്നു. അതിലേക്ക് വേരൂന്നുന്ന ഓരോ ചെടിയുടെ മുമ്പിൽ പച്ചപ്പായിട്ട് അത് മാറുന്നു. പക്ഷിജാലങ്ങൾ അതിലേക്ക് വന്ന് വെള്ളം കുടിക്കുന്നു. ഉഷ്ണച്ചൂടിൽ പൊഴിയുന്ന മനുഷ്യൻ അവിടെ വന്ന് കുളിച്ച് സുഖമുള്ളവനായി മടങ്ങിപ്പോകുന്നു. അങ്ങനെ എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് പുഴ സഞ്ചരിക്കുന്നു. അതുപോലെ ഓരോ മനുഷ്യജന്മവും ഒരു പുഴയുടെ ജന്മം പോലെ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിക്കാനുള്ളതാണ്. ഒരൊറ്റ ഒഴുക്കേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. ആ ഒഴുക്കിൽ സർവ്വക്കും നന്മ ചെയ്തുകൊണ്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നരുളി ചെയ്യുന്ന ഒരു ആപ്തവാക്യം പോലെ നമ്മുടെ ജീവിതം ഒഴുകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹെബ്രായ ലേഖനം 13:16 പറയുന്നുണ്ട്, നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത് എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നന്മ ചെയ്യുവാനായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് വേണം. നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചുകൊണ്ടുള്ള കർത്താവിൻ്റെ യാത്രയിൽ അവൻ്റെ വസ്ത്രാഞ്ചലത്തിൽ തൊട്ടവർക്ക് സൗഖ്യം ലഭിച്ചു. ഇന്ന് കാലചക്രത്തിൻ്റെ മുകളിൽ കർത്താവ് ഉയർന്നു നിൽക്കുമ്പോൾ, ഇന്നും ഇന്നലെയും എന്നും ഒരാൾ തന്നെയായ ക്രിസ്തു ഉയർന്നു നിൽക്കുമ്പോൾ അവൻ്റെ വസ്ത്രാഞ്ചലമായിട്ട് മാറേണ്ടത് എന്ന് പറയുന്നത് നന്മ ചെയ്യുന്ന മനുഷ്യരാണ്. അവരുടെ അരികിലേക്ക് ചെല്ലുന്ന ഓരോ വ്യക്തിയും തിരിച്ചറിയണം, നേരറിവുള്ളവരായി മാറണം, ക്രിസ്തുവിൻ്റെ ശക്തി എന്നിലേക്ക് പ്രവഹിക്കുന്നു എന്നുള്ളത്. കർത്താവ് എൻ്റെ ശക്തി പ്രവഹിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു എന്നറിഞ്ഞ് ചെയ്തതുപോലെ തീർച്ചയായിട്ടും അവനെ ഏറ്റുവാങ്ങിയ ഓരോ വ്യക്തിയിൽ നിന്നും അവൻ്റെ ശക്തി പ്രവഹിക്കുന്ന ആ പ്രവാഹത്തിൻ്റെ ചൈതന്യം കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ കർത്താവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നമ്മളും കരുണയുള്ളവരായിരിക്കാൻ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അഭിലഷിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥത്തിലേക്ക് നമ്മൾ നടത്തുന്നു. എളിയവരുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒതുങ്ങി നിൽക്കാനായിട്ടും ആ കരങ്ങൾക്ക് കീഴെ ചേർന്ന് നിന്നുകൊണ്ട് ആവും വിധം നന്മകൾ ചെയ്യുവാനായിട്ടും തമ്പുരാൻ്റെ കരത്തിൽ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ ഇടയാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ പലപ്പോഴും പല ആളുകൾക്കും നന്മകൾ ചെയ്യാറുണ്ട്. ആ നന്മകൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും അധികമായി വരുന്നവയാണ് നമ്മൾ നന്മ ചെയ്യുന്നത്. പലപ്പോഴും ത്യാഗങ്ങളോ വേദനകളോ ഉള്ള നന്മകൾ നമ്മൾ പലർക്കും ചെയ്യാറില്ല. നമ്മൾ വേദനിച്ചുകൊണ്ട് കൊടുക്കുന്ന ചില നന്മകളാണ് ജീവിതത്തിൻ്റെ അർത്ഥപൂർണമായ ഒന്നുള്ളത്. അതായത് ഉദാഹരണമായിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കുവാനായിട്ടുള്ള പണമേ എൻ്റെ കൈകളിലുള്ളൂ. ഞാൻ ഭക്ഷണം കഴിക്കണ്ട എന്ന് വെച്ചുകൊണ്ട് ആ പണം കൊടുക്കുമ്പോൾ അതിനൊരർത്ഥമുണ്ട്, പ്രസക്തിയുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ വേദനയുടെ അംശങ്ങൾ കൂട്ടിച്ചേർത്ത, സഹനത്തിൻ്റെ അംശങ്ങളിൽ വിളക്കിച്ചേർത്ത നന്മപ്രവൃത്തികളാണ് നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കി മാറ്റുന്നത്. സുഭാഷിതങ്ങൾ 3:27 പറയുന്നുണ്ട്, നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നീ നിഷേധിക്കരുത് എന്ന് പറയുന്നുണ്ട്.
നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ കഴിവുള്ളവർക്ക് നീ നിഷേധിക്കരുത്. തീർച്ചയായിട്ടും ജീവിതയാത്രയുടെ പശ്ചാത്തലങ്ങളിൽ നമ്മൾ നോക്കുക, നമ്മുടെ അരികിലേക്ക് വരുന്ന ഓരോ വേസ്റ്റ് ബോക്സിലും തള്ളപ്പെട്ട ഓരോരുത്തരെയും കൂട്ടിപ്പിടിക്കുമ്പോൾ അവരുടെ എല്ലാ മുഖങ്ങളിൽ നമ്മൾ അത്ഭുതത്തോടെ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നു, ക്രിസ്തുവിൻ്റെ മുഖം ഇതാ ഇവിടെ. തീർച്ചയായിട്ടും ജീവിതയാത്രയെ മുഴുവൻ ക്രോഡീകരിക്കുന്നതും ദൈവത്തിൻ്റെ ശക്തിയിൽ നിമഗ്നമായ ഒരു ജീവിതം നയിക്കുമ്പോഴും പരിശുദ്ധാത്മ ശക്തിയാൽ അവനെ കൂട്ടുപിടിച്ച് നമ്മൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഉയർത്തപ്പെടുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇതാണ്, നമ്മൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കൾ എന്നുള്ള ചിന്തയിലാണ്. എളിയവൻ നിലവിളിക്കുമ്പോൾ കേൾക്കുന്ന കർത്താവിൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ ഞാൻ എളിയവനായി മാറിയെങ്കിൽ മാത്രമേ, പാദത്തോളം താഴ്ന്ന എളിയവനായി മാറുന്നെങ്കിൽ മാത്രമേ ഒരു ക്രിസ്തു ശിഷ്യനാകുന്നുള്ളൂ എന്നുള്ള അവബോധം നമ്മളെ രൂപപ്പെടുത്തുവാനായിട്ട് ദൈവപിതാവിൻ്റെ തിരുസന്നിധി നമ്മളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ ഭൂമിയിൽ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ച നല്ല ദൈവമേ, ഞങ്ങളുടെ ജീവിതയാത്രകളിൽ ഞങ്ങളാലാകും വിധം നിന്റെ നാമത്തെ പ്രഘോഷിപ്പാനായിട്ടും ദൈവമേ നിനക്കായിട്ട് അർപ്പിതമായ ജീവിതത്തിൽ കൂടി നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിക്കുവാനും ഞങ്ങൾക്ക് അനുഗ്രഹവും കൃപയും നൽകണമേ. എളിയവൻ നിലവിളിച്ചു, കർത്താവ് അത് കേട്ടു എന്നുള്ള വാക്കുകൾക്കനുസരിച്ച് ദൈവമേ, നീ വിളിക്കും മുമ്പേ നിനക്ക് ഞാൻ ഉത്തരമരുളും, നീ പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാനത് കേൾക്കും എന്ന് ഞങ്ങളോട് വാഗ്ദാനം ചെയ്ത കർത്താവ് ശരണപ്പെട്ട് ആലംബഹീനരും ആർത്തരും രോഗപീഡിതരുമായുള്ള അനേകം സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴെ ചേർന്ന് നിൽപ്പാനായിട്ടും അവരിലൂടെ ആ നന്മ ലഭിക്കുന്ന ദൈവത്തിൻ്റെ ആ ചൈതന്യം ഞങ്ങളിൽ കൂടി ഒഴുകിയെത്തുവാനായിട്ടും തമ്പുരാനെ ഞങ്ങളെ അങ്ങയുടെ ഉപകരണങ്ങളാക്കി മാറ്റണമേ. വിദ്വേഷമുള്ള മനസ്സുകളിൽ സമാധാനം നൽകുന്ന, ആലംബഹീനർക്ക് ആശ്രയമായി മാറുന്ന ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന സുവിശേഷ ചൈതന്യത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ആയുധ പ്രാർത്ഥനകളൊക്കെയും അമ്മ മാതാവ് മുഖേന തിരുക്കുമാരൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കൃപ പോലെ അടിയങ്ങളുടെ പ്രാർത്ഥനയെ കേട്ട് അടിയങ്ങളോട് കരുണയായിരിക്കണമേ. ആമീൻ.